എല്ലാവരും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇറാന്റെ ഡിമാൻഡുകൾ മുഴുവൻ അംഗീകരിച്ച് ഉപരോധങ്ങളില്ലാത്ത പൂർണ്ണ സ്വതന്ത്ര രാജ്യമായി മറ്റ് രാജ്യങ്ങളെ പോലെ ഇറാനെയും ലോകം അംഗീകരിക്കുന്ന കരാറിൽ അമേരിക്ക ഒപ്പുവെക്കാതെ ഹോർമുസ് കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം സുഗമമാവില്ല എന്ന ഇറാന്റെ പിടിവാശിക്ക് മുന്നിൽ ട്രംപ് കീഴടങ്ങാൻ എത്ര താമസിക്കുന്നുവോ അത്രകാലം ചരക്ക് ഗതാഗത പ്രതിസന്ധി ലോകത്ത് തുടരുമെന്ന സൂചനയുണ്ടാവുമ്പോൾ ഇന്ത്യയാണ് ഇതിൽ ഏറ്റവും അധികം വില കൊടുക്കേണ്ടി വരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ തന്നെ ഇന്ധന പ്രതിസന്ധി മൂലം ഇന്ത്യയിൽ വിലക്കയറ്റം രൂക്ഷമായിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങൾ പലതും മാർക്കറ്റിൽ കിട്ടാതായിരിക്കുന്നു. വരും ദിവസങ്ങളിൽ പെട്രോൾ വില കുതിച്ചുയരുമെന്ന സൂചനയാണ് കമ്പനികൾ നൽകുന്നത്. ഈ പെട്രോൾ കമ്പനികളുടെ നഷ്ടക്കണക്കുകൾ നിരത്തി ലിറ്ററിന് 5 രൂപ മുതൽ ഉയർത്താനാണ് പുതിയ നീക്കമുള്ളത്. യുദ്ധത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി ചെലവ് ചുരുക്കൽ നടപടികൾ ശക്തമാക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. ഇന്ത്യയിലെ ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ പൊതുഗതാഗതത്തിന് ഇലക്ട്രിക് വാഹനങ്ങളെ ആശ്രയിക്കണമെന്നും സർക്കാരിന്റെയും സ്വകാര്യ ഓഫീസുകളുടെയും എല്ലാം ജോലികൾ വർക്ക് ഫ്രം ഹോം എന്ന സംവിധാനത്തിലേക്കും മാറ്റണമെന്നും നിർദ്ദേശിച്ചിരിക്കുകയാണ്. സ്കൂളുകൾ ഓൺലൈനായി പ്രവർത്തിക്കാനാണ് നിർദ്ദേശം. ഇത് വീണ്ടും കോവിഡ് കാലത്തെ പോലെ ഒരു അടച്ചിടൽ പ്രക്രിയയിലേക്ക് രാജ്യത്തെ എത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാം വീണ്ടും ലോക്കാവാൻ പോവുകയാണ്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരത്തിന് കുറവുണ്ടാകാതിരിക്കാനും ഇറക്കുമതിയെ കൂടുതൽ ആശ്രയിക്കുന്നത് തടയാനും വേണ്ടി ജനങ്ങളുടെ കൂട്ടായ പങ്കാളിത്തവും ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇറക്കുമതി സാധനങ്ങളുടെ വില കുത്തനെ ഉയരുന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഇന്ത്യ ഇറക്കുമതി എണ്ണയെ കൂടുതൽ ആശ്രയിക്കുന്ന രാജ്യമായതിനാൽ ഗൾഫ് പ്രതിസന്ധി അവസാനിച്ച് സ്ഥിതി സാധാരണ നിലയിലാകുന്നത് വരെ രാജ്യത്തിന്റെ താല്പര്യത്തിനായി എല്ലാവരും സഹകരിക്കണമെന്നും ഉത്തരവിറക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു വാഹനത്തിൽ കൂടുതൽ പേർ യാത്ര ചെയ്യണം എന്നാണ് നിർദ്ദേശം. അതിനർത്ഥം സ്വകാര്യ വാഹനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിക്കുക എന്നതാണ്. ഇനി മുതൽ സകല മുതലാളിമാർക്കും സർക്കാർ വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ ആയിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോകാനേ കഴിയും. ഇത് ധിക്കരിച്ച് വാഹനങ്ങൾ പുറത്തിറക്കി കഴിഞ്ഞാൽ അത് പിടിച്ചെടുക്കലാവും ഇനി സംഭവിക്കുക. അതുപോലെ തന്നെ മലയാളികളെ ഏറ്റവും അധികം ദുഃഖിപ്പിക്കുന്ന കാര്യവും സർക്കാർ നിർദ്ദേശത്തിലുണ്ട്. അത് ഈ അവസരത്തിൽ ഒരു കൊല്ലത്തേക്ക് സ്വർണം വാങ്ങുന്നത് എല്ലാവരും ഒഴിവാക്കണം എന്നാണ്. സ്വർണ്ണ ഇറക്കുമതിക്കായി വലിയ തോതിൽ പണം ചെലവഴിക്കപ്പെടുന്നുണ്ട്. അത് ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരത്തിൽ വലിയ ഇടിവുണ്ടാക്കുന്നു. അതുകൊണ്ട് ഇനി ആരും സ്വർണം വാങ്ങി കൂട്ടി വെക്കേണ്ടതില്ല എന്നാണ് നിർദ്ദേശം. നമ്മുടെയൊക്കെ നാട്ടിലെ പെണ്ണുങ്ങൾ 500 രൂപ കിട്ടിയാൽ പോലും അത് കൂട്ടി വെച്ച് ചിട്ടിയൊക്കെ ചേർന്ന് ഏതെങ്കിലും രീതിയിൽ 1 ഗ്രാം സ്വർണ്ണമെങ്കിലും മേടിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ സ്വർണം സമ്പാദ്യമാണെന്നൊക്കെ പറയുമെങ്കിലും ഇത് കൂടുതൽ ധരിക്കാനാണ് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് കിട്ടുന്ന കാശ് മുഴുവൻ സ്വർണ്ണക്കടയിലാണ് ചിലവാക്കുന്നത്. അതിൻ്റെ പണിക്കൂലിയോ സ്വർണത്തിൻ്റെ വിലയോ ഒന്നും ആർക്കും പ്രശ്നമല്ല. അതുകൊണ്ട് ഇനി ആ പരിപാടിയൊന്നും വേണ്ട. ഇനി ഒരു കൊല്ലത്തേക്ക് ഒറ്റയെടുത്തിനും സ്വർണ്ണക്കടയിൽ കയറിയേക്കരുത് എന്നാണ് സർക്കാർ നിർദ്ദേശിക്കുന്നത്. ഇനി അതിനെ മറികടക്കാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ സ്വർണ്ണമെല്ലാം പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് അമിതമായ ടാക്സ് അടിച്ചു കൊടുക്കാനൊക്കെ ആവും സർക്കാർ ശ്രമിക്കുക. അതുകൊണ്ട് ഇനി സ്വർണം മേടിക്കുന്നവർ സൂക്ഷിക്കുക. ഈ നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാശിൽ പകുതി മുക്കാലും സർക്കാർ കൊണ്ടുപോകും. 1 ഗ്രാം സ്വർണം മേടിക്കാൻ പോയാൽ പോലും അതിൽ നിന്നും വിഹിതം സർക്കാരിന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു കൊല്ലത്തേക്ക് അടങ്ങിയിരിക്കുന്നത് നല്ല കാര്യമാണ്. അതുപോലെ തന്നെ വിദേശ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ശീലിച്ചവർ ആ ശീലം മാറ്റി ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി എന്നൊരു കൽപ്പനയുമുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ പൊങ്ങച്ചക്കാർക്ക് വലിയ അടിയാണെന്ന കാര്യത്തിൽ തർക്കമുണ്ടാവുമെന്ന് തോന്നില്ല. പക്ഷേ ഈ വിദേശ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതും മേടിക്കുന്നതും അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ അതൊക്കെ തടയുന്നതിലൂടെ ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ചാൽ നല്ല വില കൊടുത്താൽ പോലും ഇന്ത്യയിൽ നല്ല ക്വാളിറ്റിയുള്ള ഇന്ത്യൻ സാധനങ്ങൾ കിട്ടുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ആർക്കും ഉറപ്പൊന്നുമില്ല. അതുകൊണ്ടാണ് വിദേശ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ കാരണം. ഇന്ത്യയുടെ സാധനങ്ങൾക്കാൾ എപ്പോഴും ക്വാളിറ്റി ഉള്ളതാണ് വിദേശത്തു നിന്ന് വരുന്നത് എന്ന് നമ്മൾ ഉപയോഗിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് തടഞ്ഞാൽ മര്യാദയ്ക്ക് ക്വാളിറ്റി ഉള്ള ഒരു സാധനവും നമുക്ക് മാർക്കറ്റിൽ നിന്നും വാങ്ങാൻ കഴിയുമെന്ന് ആരും വിശ്വസിക്കേണ്ടതില്ല. അഥവാ ഇന്ത്യൻ സാധനങ്ങൾ എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ 2-3 കൊല്ലത്തിനുള്ളിൽ അതിൻ്റെ പണി തീരും, വീണ്ടും പുതിയത് മേടിക്കേണ്ടി വരും. പ്രത്യേകിച്ച് വിദേശ ഉൽപ്പന്നങ്ങൾ തടയുന്നു എന്ന് കച്ചവടക്കാർ അറിഞ്ഞാൽ അല്ലെങ്കിൽ നിർമ്മാതാക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളായിരിക്കും ഉണ്ടാക്കുക. കാരണം 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ് പോയാൽ വീണ്ടും സാധനം മേടിക്കാൻ നിർബന്ധിതമാകുമല്ലോ. അവിടെ ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റി ഉള്ള സാധനം മാർക്കറ്റിൽ എത്തിക്കാനാവും അവർ ശ്രമിക്കുന്നത്. കുറച്ച് വില കുറയ്ക്കും. ഈ വിലക്കുറവ് കൊണ്ട് നമ്മൾ ഈ അടിക്കറി മേടിക്കുകയും ചെയ്യും. 2 കൊല്ലം കഴിയുമ്പോൾ ഇതിൻ്റെ പണി തീരും, പുതിയത് മേടിക്കേണ്ടി വരും. ഇങ്ങനെ നമ്മൾ വലിയ ബുദ്ധിമുട്ടിലേക്കൊക്കെ വീഴാൻ പോവുകയാണ്. യുദ്ധം ഗൾഫിലാണ് നടക്കുന്നതെങ്കിലും അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് ഇന്ത്യക്കാരാണ്. അതിൽ പ്രത്യേകിച്ച് മലയാളികളാണ് എന്ന കാര്യവും ഓർക്കുക. ഇപ്പോൾ തന്നെ ഗ്യാസിന് കടുത്ത ദാരിദ്ര്യമാണ് ഇവിടെ.
ഗ്യാസ് കിട്ടാനില്ലാതെ ഹോട്ടലുകൾ പലതും അടഞ്ഞു കഴിഞ്ഞു. അത് ക്രമേണ വീടുകളിലേക്കും വ്യാപിക്കുമ്പോൾ വിറക് പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഇനി വീടിൻ്റെ കഴുക്കോല് ഊരിയിട്ട് ഒരു നേരം കഞ്ഞി വയ്ക്കാമെന്ന് കരുതിയാലും അതും നടക്കുകയില്ല. കാരണം എല്ലാ വീടുകളും സിമെൻറ്റിൽ വാർത്തതോ ഇനി ഓടിട്ടതാണെങ്കിൽ അത് GI പൈപ്പിൽ ചെയ്തതോ ആയതുകൊണ്ട് ഈ കഴുക്കോലൂരി കഞ്ഞി വയ്ക്കാം എന്നാരും കരുതേണ്ടതില്ല. അപ്പം നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ള സോഴ്സ് വരെ അടഞ്ഞിരിക്കുകയാണെന്നുള്ളതാണ്. വിറകില്ലല്ലോ, നമ്മൾ വിറകടുപ്പിനെയൊക്കെ ചവിട്ടി തള്ളി കളഞ്ഞ കാരണം ഇനി അത് കിട്ടാനും മാർഗമില്ല. എങ്ങനെയാണ് മനുഷ്യൻ ഭക്ഷണം പോലും കഴിക്കുന്നത്? ഗ്യാസൊക്കെ 2-3 മാസം കഴിഞ്ഞായിരിക്കും ഒരു കുറ്റി കിട്ടുന്നത്. ഇത് വെച്ചെങ്ങനെ ഒരു അടുക്കള അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും? യുദ്ധം നീളുന്നതനുസരിച്ച് ഇന്ത്യയിൽ അതിഭീകരമായ ഒരു അവസ്ഥ വരാൻ പോവുകയാണ്. ഇന്ത്യയെക്കുറിച്ച് നമ്മളിത് പറയുമ്പോൾ ഇന്ത്യയെ പോലെ തന്നെ അമേരിക്കയും യൂറോപ്പും ഒക്കെ കനത്ത പ്രതിസന്ധി നേരിടുകയാണ്. ശരിക്കും ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്തത് ഇറാനിലാണ് എന്നാണ് പറയേണ്ടത്. കാരണം 10-40 കൊല്ലമായിട്ട് ഇറാൻ ഉപരോധത്തിലാണ്. ഇറാനുമായി ലോകത്തെ എല്ലാവരുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ തടഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിനെ മറികടക്കാൻ വേണ്ടി അവർ ആവശ്യമുള്ള സകല സാധനങ്ങളും സ്വയം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇനി ലോകത്ത് ഏത് പ്രതിസന്ധി വന്നാലും അതിനെ മറികടക്കാൻ ഇറാന് നിഷ്പ്രയാസം കഴിയും എന്ന് മനസ്സിലാക്കുക. ഇറാനിട്ട് അമേരിക്കയും സഖ്യകക്ഷികളും എല്ലാം കൊടുത്ത പണി അവരിപ്പോൾ തിരിച്ച് എല്ലാവർക്കിട്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഹോർമുസ് ഒന്ന് അടച്ചതേ ഉള്ളൂ. നമ്മുടെ എല്ലാം കാര്യം കട്ട പുകയായി. അപ്പോൾ അവർ കുറച്ചുകൂടെ അവിടെയൊക്കെ കർശനമാക്കി കഴിഞ്ഞാൽ മൊത്തം തീരുമാനമാകും എന്നുള്ളതാണ്. യുദ്ധം എത്രയധികം നീട്ടാൻ കഴിയുമോ അത്രയും നീട്ടാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കുക എന്ന വാക്യം പോലെ അമേരിക്ക ഇറാനിൻ്റെ കാൽച്ചുവട്ടിൽ വന്നാലേ യുദ്ധം അവസാനിക്കൂ എന്നാണ് അവരുടെ ഒരു തീരുമാനം. അത് അമേരിക്ക എത്രയധികം അതിന് പിന്നിലേക്ക് നിൽക്കുന്നു അത്രയധികം ബുദ്ധിമുട്ട് ലോകത്തുണ്ടാവും. തന്നെയുമല്ല, അമേരിക്കയുടെ ഒരു പട്ടാളക്കാരൻ പോലും ഗൾഫ് മേഖലയിൽ അവശേഷിക്കുന്നവരെ ഞങ്ങൾ യുദ്ധം ചെയ്യും എന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഹോർമുസ് പ്രതിസന്ധി ഉടനെങ്ങും അവസാനിക്കില്ല എന്ന സൂചനയായിട്ട് അതിനെ കാണാവുന്നതാണ്. എല്ലാവരും പട്ടിണി കിടക്കാൻ തയ്യാറായിക്കൊള്ളുക. ഇറാനെ തോൽപ്പിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്ന തിരിച്ചറിവ് ട്രംപിന് വന്നതോടെ ഇറാനെതിരായിട്ട് പോരാട്ടം സമാധാനപരമായി പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ അയാൾ പറയുന്നത്. അതൊരു നല്ല നിലപാടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അമേരിക്കയ്ക്ക് അതിന് കഴിയില്ല. സമാധാനപരമായി ഒരിക്കലും ഇറാനുമായി അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അവരുടെ ആവശ്യം ആണവ പ്രശ്നത്തിൽ നിന്നും ഇറാനെ പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ്. അതൊരിക്കലും ഇറാൻ അതിന് തയ്യാറാവില്ല എന്നുള്ളതാണ്. അവർ ഏതാണ്ട് 90% യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയിരിക്കുകയാണ്. വലിയ താമസമില്ലാതെ അവരിപ്പോൾ ആണവ ബോംബ് പൊട്ടിച്ച് ലോകത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ ഇറാനെ തൊടാൻ പോലും ആർക്കും കഴിയില്ല. ഇപ്പം തന്നെ അവരുടെ മിസൈലുകളും റോക്കറ്റുകളും അവരുടെ മറ്റ് യുദ്ധ തന്ത്രങ്ങളെ ഒന്നും മറികടക്കാൻ അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇവരെല്ലാം തോറ്റ് തുന്നം പാടി പിന്നോട്ട് വലിഞ്ഞു നിൽക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ ഇറാനെ തോൽപ്പിക്കാൻ ഒരു ചെറിയ ഒരു അവസരമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അമേരിക്കയും ഇസ്രയേലും അത് ഉപയോഗിച്ചാണ്. യൂറോപ്പ് നേരത്തെ തന്നെ പിന്തിരിഞ്ഞത് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. കാരണം ഇറാനുമായിട്ട് മുട്ടാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്തോടെ വന്ന് റഷ്യ അവരെ ആക്രമിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഈ യൂറോപ്പും ഇവരും എല്ലാം മാറുന്ന നാറ്റോ എല്ലാം മാറുന്നത്. അല്ലാതെ ഇവന്മാരൊന്നും നല്ലവരായിട്ടല്ല, അവർക്ക് ഭയമാണ്. ഇപ്പുറത്തൂടെ ആക്രമണം ഉണ്ടാവും. ഇറാനെ ആക്രമിക്കാൻ പോകുമ്പം പുറകെ വന്ന് റഷ്യ അടിച്ച് ഇവന്മാരെല്ലാം തീർത്ത് കളയും. എല്ലാം കൂടെ ഒരുമിച്ച് കടലിൽ മുങ്ങണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇവന്മാരെല്ലാം കൂടെ മാറുന്നത്. അല്ലെങ്കിൽ ഈ ട്രംപിനെ പേടിച്ചിട്ട് ഇവന്മാരാരും യുദ്ധത്തിൽ ഇറങ്ങാതിരിക്കില്ല. അവർക്കും മാർഗമില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ലോകത്ത് ഇറാൻ തന്നെയാണ് വൻ ശക്തി എന്ന് പറയേണ്ടതുണ്ട്. കാരണം അമേരിക്കയെ ആണല്ലോ ലോകത്തിലെ ഏറ്റവും വൻ ശക്തി എന്ന് പറയുന്നത്. അപ്പം അമേരിക്കയും ഇസ്രയേലും കൂടി കഴിയുമ്പോൾ അത് അതിഭയങ്കരമായ ശക്തിയാവും. ഈ രണ്ട് ശക്തികളെയും ഒരുമിച്ച് ഒറ്റയ്ക്കൊന്ന് തോൽപ്പിക്കാൻ ഇറാന് കഴിഞ്ഞെങ്കിൽ ഇവരുടെ എത്രയധികം പവറായിരിക്കും ഇറാൻ ഉണ്ടാവുക. അതിനി ആരുടെ സഹായം, റഷ്യയോ ചൈനയോ കൊറിയയോ ആര് സഹായിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരൊറ്റയ്ക്കൊന്നാണല്ലോ യുദ്ധം ചെയ്തത്. അത് നമുക്ക് പിന്നീട് പറയാൻ പറ്റും. അതായത് ഇറാൻ അങ്ങനെ റഷ്യയും ചൈനയും കൊറിയ എല്ലാം കൂടി സഹായിച്ചിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അതുമാ പറയാവുന്നേ ഉള്ളൂ. അപ്പോൾ അമേരിക്ക സഹായിക്കുന്നത് ഈ യൂറോപ്യൻ രാജ്യങ്ങളല്ലേ. പക്ഷേ യുദ്ധം ചെയ്യുന്ന അമേരിക്കയല്ലേ. അല്ല അമേരിക്കയ്ക്ക് ഇത്രയധികം പേര് കിട്ടുന്നത്. ഇസ്രായേലിന് ഇത് മുഴുവൻ കൊടുക്കുന്ന അമേരിക്കയാണ്. അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടിയിട്ടാണ് ഇസ്രായേലിൽ കണ്ട ആയുധങ്ങളെല്ലാം കൊടുക്കുന്നത്. പക്ഷേ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേൽ ആയ സ്ഥിതിക്ക് ഇസ്രായേലിനെ വൻ ശക്തിയായിട്ട് കണക്കാക്കിയിരിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഒരു ക്യാപ്സൂൾ പോലത്തെ ഒരു രാജ്യം ഇത്രയും വലിയ വൻ ശക്തിയാണെന്ന് ലോകത്ത് ആരെങ്കിലും പറയുമോ? അവർക്കായുള്ള ചങ്കൂറ്റമുണ്ട്, അവർക്ക് യുദ്ധം ചെയ്യാനുള്ള കഴിവുണ്ട്. അത് തന്നെയാണ് ഇറാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇറാൻ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരുടെ സഹായവും, ഇസ്രയേലും അമേരിക്കയൊക്കെ ചെയ്യുമ്പോൾ ആരെയും സഹായമില്ല, അവരൊറ്റയ്ക്ക എന്ന് പറയുന്നതിൽ ന്യായമൊന്നുമില്ല. ന്യായീകരിക്കുമ്പോൾ എല്ലാം ഈക്വൽ ആയിരിക്കണം. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക പറ്റേ തറ പറ്റി, അല്ലെങ്കിൽ ഇസ്രായേൽ പറ്റേ തറ പറ്റി. ഇസ്രായേലെല്ലാം
പപ്പടം പോലെ പൊടിച്ചിട്ടിരിക്കുകയാണ്. അവർക്ക് ഇനിയും മുന്നോട്ട് വളരണമെങ്കിൽ ഒരു കെട്ടിടം പണിയാൻ പോലും കാശും മാറിയില്ല. എവിടെ നിന്ന് ഈ കാശ് കൊടുക്കുന്നത്? അമേരിക്കയാണ് തകർന്നിരിക്കുക. അപ്പം പിന്നെ ഇമാരെ എവിടെ നിന്ന് ഈ കാശുണ്ടാക്കുന്നത്? ഇതിങ്ങനെ തന്നെ കിടക്കും. ശരിക്കും പറയാൻ ഹോർമസ് ഇപ്പോൾ ഒരു ഫ്രീസായിരിക്കുകയാണെന്ന് നമ്മൾ പറയാം. അതായത് യുദ്ധം ഉണ്ടാവുന്നില്ല, എന്നാൽ അതിനൊരു തീരുമാനം ഉണ്ടാവുന്നുമില്ല. അപ്പോൾ ലോകത്തിങ്ങനെ ടോട്ടലി എല്ലാം കൂടി ഫ്രീസായ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. ഇതിനെ മറികടക്കാനുള്ള വഴി ആർക്കും ഒന്ന് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. എന്തായാലും അതുകൊണ്ട് നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് പറയേണ്ടതാണ്. ഇപ്പം ഇന്ത്യൻ രൂപയുടെ വിലയൊക്കെ താഴോട്ട് ഇടിഞ്ഞ് ഇപ്പം 95 കടന്ന് ഡോളറിൻ്റെ അതിനും കയറി 100-120 ആയി കഴിഞ്ഞാൽ 1 ലിറ്റർ പെട്രോളൊക്കെ മേടിക്കണേ 200 രൂപ കൊടുക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണക്കാർ കാര്യങ്ങളൊന്നും അറിയുന്നില്ല, പക്ഷേ അത് ക്രമേണ അറിഞ്ഞുള്ളൂ. ചായക്കടയിൽ തന്നെ എല്ലാ സാധനത്തിനൊക്കെ വില കൂടിയിട്ടുണ്ട്, പലചരക്ക് സാധനത്തിനെല്ലാം വില കൂടിയിട്ടുണ്ട്. പക്ഷേ ഇത് സ്ഥിരം മേടിക്കുന്ന നമ്മളിത് അറിയുന്നില്ല. പക്ഷേ നമ്മുടെ പോക്കറ്റ്, നമ്മുടെ ബഡ്ജറ്റ് എല്ലാം കാലിയാവുകയാണ്. ഏതായാലും മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.